എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക്, പെരുംജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണമെല്ലാം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് 3 വലിയ സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതൊരു 5-6 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്